രഘുനാഥ്, ഗുഡ് മോർണിംഗ്. നേരത്തെയും ആൾക്കാർക്ക് ഇത്തരത്തിലൊരു ഭയം ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിക്കുക, ഇതിന്റെ പരിണതഫലമായി മറ്റെന്തെങ്കിലും ഉണ്ടാവുമോ എന്നൊക്കെ. പക്ഷേ ഇന്ന് കുറച്ചുകൂടി വ്യക്തതയോടുകൂടി മുന്നറിയിപ്പുണ്ട്, അതായത് വലിയ തിരമാലകൾക്ക് സാധ്യതയുണ്ട് എന്ന്. ആലപ്പുഴയിൽ ഇപ്പോൾ സ്ഥിതി എങ്ങനെയാണ്? എനിക്ക് പുറകിൽ കടലുണ്ട്. അത്ര കാര്യമായ തിരയൊന്നുമില്ല, സാധാരണ നിലയിലുള്ള തിര മാത്രമേ ഉള്ളൂ. ഇന്നലെ മുന്നറിയിപ്പിൻ്റെ ഭാഗമായി ചുമന്ന കൊടി അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. കാരണം ആളുകളൊന്നും കടലിലേക്ക് ഇറങ്ങാതിരിക്കാൻ വേണ്ടിയുള്ളൊരു ജാഗ്രതാ നിർദ്ദേശമാണ്. പക്ഷേ വെക്കേഷൻ കാലമാണ്, വേനൽ അവധിക്കാലമാണ്. ആഭ്യന്തര ടൂറിസ്റ്റുകൾ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ധാരാളം ടൂറിസ്റ്റുകൾ എത്തുന്ന ഒരു സ്ഥലം കൂടിയാണ് ആലപ്പുഴ. അതുകൊണ്ട് കുറച്ചാളുകളൊക്കെ ഈ തീരത്തുണ്ട്, കടലിൽ ഇറങ്ങിയിട്ടുണ്ട്. കുറച്ചങ്ങോട്ട് മാറി നമുക്ക് ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നതും കാണാം. അങ്ങനെ ആളുകളൊക്കെ തീരത്ത് സജീവമാണ്. മുന്നറിയിപ്പുണ്ടെങ്കിൽ പോലും പക്ഷേ അതൊരു അത്ര സുഖകരമായൊരു കാര്യമല്ല. എപ്പോഴാണ് അപകടമുണ്ടാകുക എന്ന് പറയാൻ സാധിക്കില്ല. മോട്ടി ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇവിടുന്ന് അങ്ങോട്ട് മാറി ആലപ്പുഴയിൽ നിന്ന് കുറച്ച് തെക്കോട്ട് മാറി അങ്ങ് തോട്ടപ്പള്ളി വരെയുള്ള സ്ഥലങ്ങളിൽ, പുറക്കാട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ കഴിഞ്ഞ ദിവസം കള്ളക്കടലുണ്ടായിരുന്നു. നമ്മൾ കണ്ടതാണ്. ആദ്യമേ കടൽ ഇറങ്ങിപ്പോകുന്നു, അതിനുശേഷം ഉച്ചയോടുകൂടി വേലിയേറ്റ സമയത്ത് കടൽ വലിയ രീതിയിൽ കരയിലേക്ക് ഒരു 100 മീറ്ററോളമൊക്കെ കടൽ കയറി വരുന്നൊരു സ്ഥിതി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അന്നൊരു മുന്നറിയിപ്പ് നൽകിയിരുന്നില്ല. പ്രത്യേകിച്ച് ഈ തീരത്തോട് ചേർന്നാണ് ഈ മത്സ്യത്തൊഴിലാളികൾ അവരുടെ വള്ളവും വലയും ഒക്കെ വെക്കുന്നത്. അവരുടെ ജീവിതവും അതിൻ്റെ ഓരത്ത് തന്നെയാണ്. ഇത് മാത്രവുമല്ല, ഈ ധാരാളം വിനോദസഞ്ചാരികളൊക്കെ വരുന്ന സമയമായതുകൊണ്ട് കൂടിയാണ് കൂടുതൽ ഒരു വലിയ ജാഗ്രതാ നിർദ്ദേശം നൽകിയത്. എന്തായാലും ആളുകളൊക്കെ സ്വാഭാവികമായിട്ട് തന്നെ മുന്നറിയിപ്പൊക്കെ ഉണ്ടെങ്കിലും നമ്മളുടെ ഒരു പൊതു സ്വഭാവമാണ് അതിനെ ലംഘിക്കുക എന്നുള്ളത്. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് തന്നെ ആളുകളൊക്കെ ഓരത്തേക്ക് ബീച്ചിലേക്കൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ സമയം 8 മണിയേ ആയുള്ളൂ. ഒരു 9 മണിയൊക്കെ കൂടിയാണ് ബീച്ച് സജീവമാവുക. പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചുവന്ന കൊടിയൊക്കെ വെച്ച് അവർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ലൈഫ് ഗാർഡുകളൊക്കെ ആളുകൾ കരയിലേക്ക് കയറി പോകണം എന്ന് ആവശ്യപ്പെടുന്നുണ്ട്. എന്തായാലും ഈ ഒരു ദിവസങ്ങളിലെങ്കിലും സർക്കാരിൻ്റെയൊക്കെ മുന്നറിയിപ്പ് പാലിക്കുന്നതാണ് നല്ലത്. കാരണം എന്താണ് സംഭവിക്കുക എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു സാധ്യതയുണ്ട്, കള്ളക്കടലിന് സാധ്യതയുണ്ടെന്ന് ഗവേഷകർ പറഞ്ഞതുകൊണ്ട് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികളോട് കടലിൽ പോകരുതെന്നാണ് ഇന്നലെ വൈകുന്നേരം തന്നെ നിർദ്ദേശം